നമസ്കാരം. 1962 ഇന്ത്യ ചൈന യുദ്ധം നമ്മുടെ പ്രതിരോധ ചരിത്രത്തിലെ മറക്കാനാകാത്ത ഒരു ഏടാണ്. ഇന്ത്യയിലെത്തിയ ചൈനീസ് നേതാവ് ചൗ എൻലായ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തി ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് പറഞ്ഞതിന് ശേഷം ചൈനയിൽ മടങ്ങിയതിന് തൊട്ട് പിന്നാലെയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത്. ചൈനയുടെ ഈ ഒരു ചതി എന്തുകൊണ്ട് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്ന് പലരും ചോദിക്കുമ്പോഴും നമ്മളവരെ വിശ്വസിച്ചു എന്നുള്ളതായിരുന്നു വാസ്തവം. പക്ഷേ ചൈനീസ് നേതാക്കന്മാർ ഇന്ത്യയിൽ എത്തിയപ്പോൾ തന്നെ അവർ ഇതിനുള്ള ആസൂത്രണം നടത്തിയിട്ടാണ് വന്നത് എന്ന് വേണം കരുതാനെന്നാണ് പിൽക്കാലത്ത് നടന്ന പല സംഭവങ്ങളും തെളിയിക്കുന്നത്. ഇന്ത്യ ചൈന യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്നിവയൊക്കെ ആസ്പദമാക്കി നിരവധി സിനിമകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് 120 ബഹാദൂർ. ഹിന്ദി സിനിമയാണ്. ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിനുണ്ടായ വളരെ അപൂർവമായ ഒരു നേട്ടത്തിൻ്റെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. ഹിമാലയൻ പർവ്വതനിരകളിലെ ലഡാക്കിലെ റസാങ്ങിലെ ചുരം ചൈനയിലെ ആയിരക്കണക്കിന് വരുന്ന സൈനികരുമായി ഏറ്റുമുട്ടി ഇന്ത്യയിലെ 120 സൈനികർ മാത്രമടങ്ങുന്ന സംഘം അത് ഇന്ത്യയുടെ ഭാഗത്ത് തന്നെ നിലനിർത്തിയതാണ് ഈ സിനിമയുടെ പ്രധാന ഇറുതി. ഹിമാലയൻ പർവ്വതനിരകളിലെ ലഡാക്കിലുള്ള റസാങ്ങിലെ ചുരം എങ്ങനെയാണ് 3000-ഓളം വരുന്ന ചൈനീസ് സൈനികരോട് നേരിട്ട് എതിരിട്ട് ഇന്ത്യയിലെ 120-ഓളം വരുന്ന സൈനികർ നേടിയത്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് തന്നെ നിലനിർത്തിയത് എന്നുള്ളതിൻ്റെ ആ സംഭവമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. 3000-ഓളം വരുന്ന ചൈനീസ് ഭടന്മാരെ, അതും അത്യന്താധുനിക ആയുധങ്ങൾ സഹിതം, അവരെ നേരിട്ടത് ഈ 120-ഓളം വരുന്ന ഇന്ത്യൻ സൈനികരാണെന്ന് പറയുമ്പോൾ അവരുടെ നേതാവായിരുന്ന മേജർ ഷെയ്ത്താൻ സിംഗിനെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയുകയില്ല. അസാമാന്യമായ ധൈര്യമുണ്ടായിരുന്ന അദ്ദേഹം ആയിരക്കണക്കിന് കടൽ പോലെ ഇളകി വരുന്ന ചൈനീസ് സൈനികരെ കണ്ടിട്ടും ഒട്ടും ഭയമില്ലാതെ അവരോട് നേരിട്ട് ഏറ്റുമുട്ടുകയായിരുന്നു. ഏതായാലും ഈ ഏറ്റുമുട്ടലിൽ ഇന്ത്യയുടെ ഭൂരിഭാഗം സൈനികരും കൊല്ലപ്പെട്ടു എങ്കിലും നമുക്ക് ഈ ഭൂവിഭാഗം നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതല്ലെങ്കിൽ ചൈനീസ് സൈന്യം ലഡാക്ക് വരെ കൈയടക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിലെ മേജർ ഷെയ്ത്താൻ സിംഗിൻ്റെ ഈ അന്ത്യനിമിഷങ്ങളും അദ്ദേഹത്തിൻ്റെ ധീരമായ നടപടികളൊക്കെ തന്നെയാണ് ഈ സിനിമയുടെയും ഇതിവൃത്തം. ഷെയ്ത്താൻ സിംഗിനോടൊപ്പം ജോലി ചെയ്തിരുന്ന പലരും പറയുന്നത് ഷെയ്ത്താൻ സിംഗ് ഒരു അസാമാന്യമായ ധൈര്യം പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു എന്നാണ്. ഈ പോരാട്ടത്തിനിടെ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ നിരവധി വെടിയുണ്ടകൾ ഏറ്റിരുന്നു. അസഹനീയമായ വേദനയിൽ മരണാസന്നനായി കിടക്കുമ്പോഴും അദ്ദേഹം അബോധാവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് പോലും സൈനികരോട് എന്താണ് അടുത്ത് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശം അദ്ദേഹം നൽകി എന്നാണ് പറയുന്നത്. ആ കൂടെ ഉണ്ടായിരുന്ന സൈനികർക്ക് പലർക്കും അദ്ദേഹത്തെ ഇട്ടിട്ട് പോകാൻ പോലും കഴിഞ്ഞിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും പരമാവധി പോരാടുക, അല്ലെങ്കിൽ മറ്റ് രക്ഷപ്പെടാൻ ശ്രമിക്കുക, എൻ്റെ കാര്യം നിങ്ങളാരും നോക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം അവിടെ വെച്ച് തന്നെയാണ് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണാനന്തരം സൈനികർക്ക് നൽകുന്ന പരമോന്നത ബഹുമതി നൽകിയാണ് ഇന്ത്യ മേജർ ഷെയ്ത്താൻ സിംഗിനെ ആദരിച്ചത്. യുദ്ധം കഴിഞ്ഞാണ്ട് 3 മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അതുവഴി കടന്നുപോയ ഒരു ആട്ടിടയൻ നിരവധി മൃതദേഹങ്ങളും ആയുധങ്ങളുമൊക്കെ തന്നെ കണ്ടെത്തിയത്. അദ്ദേഹം സൈന്യത്തെ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു വലിയ സംഘം മാധ്യമപ്രവർത്തകരുമൊത്താണ് സൈന്യം അവിടെ എത്തിയത്. അവർക്ക് കടുത്ത തണുപ്പായിരുന്നതുകൊണ്ട് തന്നെ മൃതദേഹങ്ങളൊന്നും തന്നെ കേടുവന്നിട്ടുണ്ടായിരുന്നില്ല. സൈനികരുടെ മൃതദേഹങ്ങൾ കണ്ടവർ വല്ലാതെ വികാരാധീനരായി എന്നാണ് പറയപ്പെടുന്നത്. കാരണം മേജർ ഷെയ്ത്താൻ സിംഗിൻ്റെ മൃതദേഹം ഒരു പാറക്കെട്ടിൻ്റെ അടുത്താണ് കിടന്നിരുന്നത്. അതുപോലെ മറ്റ് ചില സൈനികരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ഒരു നഴ്സിംഗ് അസിസ്റ്റൻ്റെ കയ്യിൽ സിറിഞ്ചും ബാൻഡേജും ഉണ്ടായിരുന്നു. ഒരു സൈനികൻ്റെ കയ്യിൽ വാട്ടർ ബോട്ടിലുണ്ടായിരുന്നു. ഇവയൊക്കെ തന്നെ ഇന്ന് സ്മാരകങ്ങളെ സൂക്ഷിച്ചിരിക്കുകയാണ്. അവയ്ക്കൊന്നും തന്നെ ഒരു കേടുപാടുകളും അന്ന് ഉണ്ടായിരുന്നതുമില്ല. ഏതായാലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ ഒരു രജതരേഖയായിരുന്നു ഈ ഒരു ആക്രമണം എന്നാണ് എല്ലാവരും തന്നെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് തങ്ങൾ പരമാവധി യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തി എന്ന് തന്നെയാണ്. ഇന്ത്യക്ക് ഈ യുദ്ധത്തിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും പിൽക്കാലത്ത് ഇന്ത്യ സൈനികമായി പാകിസ്ഥാനെ മറ്റും നേരിടുന്ന സമയത്തൊക്കെ തന്നെ ഈ യുദ്ധത്തിലുണ്ടായ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് മുൻകരുതലെടുക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞിരുന്നു. മാത്രമല്ല, മലയാളിയായി വി കെ കൃഷ്ണമേനോനായിരുന്നു അന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നത്. ഇന്ത്യക്കേറ്റ ഈ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലൊടുവിൽ അദ്ദേഹത്തിന് പ്രതിരോധ മന്ത്രി സ്ഥാനം തന്നെ രാജിവെക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ അദ്ദേഹത്തെ പിന്തുണച്ചു എങ്കിൽ പോലും കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾ ഈ തിരിച്ചടിക്ക് ഉത്തരവാദിയായി വി കെ കൃഷ്ണമേനോൻ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അന്ന് ഈ പ്രതിരോധ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. ഏതായാലും ഈ 120 ബഹാദൂർ എന്ന ചിത്രം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് മനസ്സിലാകുന്നില്ല. സാധാരണഗതിയിൽ ഒരുപക്ഷേ ഹിന്ദി സിനിമയിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന മസാലകളോ പാട്ടുകളോ ഒന്നും ഇല്ലാത്തതാണോ അവരെ ഈ സിനിമ കാണുന്നതിലും പിന്തിരിപ്പിച്ചതെന്ന് മനസ്സിലാകുന്നില്ല.
പക്ഷേ അന്താരാഷ്ട്ര മാധ്യമമായ BBC ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ഈ ചിത്രത്തെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മളാരും ഈ ചിത്രം കാണാതെ പോയത് എന്ന ചോദ്യമാണ് ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നത്. കാരണം അത് ഒരു ഇന്ത്യക്കാരന് മറക്കാൻ പാടില്ലാത്തൊരു സംഭവത്തെ തന്നെയാണ് ആവിഷ്കരിച്ചിരുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്തിൻ്റെ, അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ, ബലത്തിൻ്റെയൊക്കെ തന്നെ പ്രതീകമായി മാറുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഈ 120 ബഹദൂറിലൂടെ നമുക്ക് മുന്നിൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ എത്തിച്ചിരുന്നത്.